എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ സ്കൂളുകളിൽ ക്ലാസ്സിനായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം സ്കൂളിൽ നിന്നും അറിയിച്ചിട്ടുണ്ടാകും. അതായത് ഈ ഒരു ജൂൺ 24-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. കമ്മ്യൂണിറ്റി കോട്ടയിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കോഴ്സ് മാറുന്നതിനായിട്ട് നിങ്ങൾക്ക് 24-ാം തീയതി, അതായത് നാളെ മുതൽ 26-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ, ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സ് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് അവസരം ഉണ്ടെങ്കിൽ, അതായത് ഓരോ സ്കൂളിലും അതായത് 20% വീതം സീറ്റാണ്, അതായത് ഓരോ കോഴ്സിലും 20% വീതം സീറ്റുകളാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സീറ്റുകളിൽ നിലവിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനുള്ള അവസരം സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരം ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രാൻസ്ഫറിനുള്ള ഫോം കിട്ടും. അത് വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ പ്രിൻസിപ്പാളിന് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് മാറാൻ താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് അത് നൽകിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു രീതിയിൽ അവസരം ഉള്ളത്. അത് കോഴ്സ് മാത്രമാണ് മാറാൻ സാധിക്കുക, സ്കൂൾ മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെയും അതുപോലെ തന്നെ 26-ാം തീയതി വരെ ഓൺലൈനായിട്ടല്ല, സ്കൂളിൽ നിന്ന് ഫോം വാങ്ങി ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററിക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷകൾ ഈ ഒരു 26-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്പോർട്സ് കോട്ടയിൽ ഓൾറെഡി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓൾറെഡി കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് പക്ഷേ അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു 26-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.